स्वामिन्निति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ 14 ദിവസങ്ങളിലായിട്ട് നമ്മൾ ഭഗവത്ഗീത യഥാരൂപം ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എസ് സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിനെ അടിസ്ഥാനമാക്കി ഓരോ അധ്യായങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അവലോകനം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 15-ാമത്തെ അധ്യായമാണ്. 15-ാമത്തെ അധ്യായത്തിന്റെ പേര് ശ്രീല പ്രഭുപാദർ നൽകിയിട്ടുള്ളത് പുരുഷോത്തമയോഗം എന്നാണ്. ഇതിൽ 20 ശ്ലോകങ്ങളാണുള്ളത്. അപ്പൊ കഴിഞ്ഞ അധ്യായത്തിന്റെ തുടർച്ചയായിട്ടുള്ള പല കാര്യങ്ങളും ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഈ ഭൗതിക പ്രകൃതിയെ കുറിച്ച് പറയുന്നുണ്ട്. ഭൗതിക പ്രകൃതിക്ക് ഉപരിയായിട്ടുള്ള ആത്മീയ ലോകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ജീവൻ എങ്ങനെയാണ് വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നു. വ്യത്യസ്തമായിട്ടുള്ള ജീവാത്മാക്കളെ കുറിച്ച് പറയുന്നു. 2 തരത്തിലുള്ള ജീവാത്മാക്കളെ കുറിച്ച് പറയുന്നു. അതിനുപരിയായിട്ട് ഭഗവാന്റെ സ്ഥാനത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അത് വളരെ രഹസ്യമായിട്ടുള്ള ജ്ഞാനമാണെന്നും പറയുന്നുണ്ട്. ഈ അധ്യായം ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തി വേദങ്ങളെല്ലാം പഠിച്ചതിന് തുല്യമാകും എന്ന് ഭഗവാൻ അവസാനത്തെ ഭാഗത്ത് പ്രഖ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ രഹസ്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് പുരുഷോത്തമ യോഗം. ഈ അധ്യായം നമ്മൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി നമുക്ക് കുറച്ച് സെക്ഷൻസ് ആക്കി തിരിക്കാൻ സാധിക്കും. യെസ്, ഈ അധ്യായത്തിനെ നമ്മൾക്ക് 5 ഭാഗമായിട്ട് തിരിക്കാം. പുരുഷോത്തമ യോഗം അധ്യായം 15. ഒന്നാമത്തെ ഭാഗം 1 മുതൽ 5 വരെയുള്ള ശ്ലോകങ്ങളാണ്. ഒന്നാമത്തെ ഭാഗം 1 മുതൽ 5 വരെയുള്ള ശ്ലോകങ്ങളിൽ ഈ ഭൗതിക ലോകത്തിനെ ഒരു തലതിരിഞ്ഞ വൃക്ഷമായിട്ട് ഭഗവാൻ ചിത്രീകരിക്കുന്നുണ്ട്. ഈ ഭൗതിക ലോകം ഒരു തലതിരിഞ്ഞ വൃക്ഷമാണ് എന്ന് ഭഗവാൻ പറയുന്നു. ഒന്നാമത്തെ ഭാഗത്ത് 1 മുതൽ 5 വരെയുള്ള ശ്ലോകങ്ങളിൽ. രണ്ടാമത്തെ ഭാഗം 6 മുതൽ 11 വരെയുള്ള ശ്ലോകങ്ങളിൽ ജീവന്റെ ദേഹാന്തര പ്രാപ്തിയെ കുറിച്ചാണ് പറയുന്നത്. ഒരു ജീവൻ എങ്ങനെയാണ് അടുത്ത ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്, എങ്ങനെയാണ് ജീവാത്മാവ്, ആത്മീയ ലോകത്തിലുള്ള ജീവാത്മാവ് ഭൗതിക ശരീരം സ്വീകരിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത്. 6 മുതൽ 11 വരെയുള്ള ശ്ലോകങ്ങളിൽ. മൂന്നാമത്തെ ഭാഗം 12 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങളാണ്. മൂന്നാമത്തെ ഭാഗത്ത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളെ കുറിച്ചാണ് പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളെ കുറിച്ച് 12 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങളിൽ വിവരിക്കുന്നുണ്ട്. നാലാമത്തെ ഭാഗം 16 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങൾ. 16 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങളിൽ 2 തരത്തിലുള്ള ജീവാത്മാക്കളെ ഭഗവാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ജീവാത്മാക്കൾ 2 തരത്തിലുണ്ട് എന്ന് ഭഗവാൻ പറയുന്നു. ആ 2 തരത്തിലുള്ള ജീവാത്മാക്കളെ കുറിച്ചാണ് 16 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. അഞ്ചാമത്തെ ഭാഗം, അവസാനത്തെ ഭാഗം
19-20 ശ്ലോകങ്ങളാണ്. 19-20 ശ്ലോകങ്ങളിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞവരായി തീരും എന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണനെ എങ്ങനെയാണ് അറിയേണ്ടത് എന്ന അവസാനത്തെ ഭാഗത്ത് പറയുന്നുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണനെ അറിഞ്ഞാൽ എല്ലാം അറിയാം എന്ന അവസാനത്തെ ഭാഗത്ത് പറയുന്നു. അവിടെ ഭഗവാൻ ശ്രീകൃഷ്ണനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. നമുക്ക് ആ ശ്ലോകം വായിക്കുന്ന സമയത്ത് നോക്കാം. ഇങ്ങനെ 5 ഭാഗമായിട്ട് ഈ അധ്യായത്തിന് നമ്മൾക്ക് തിരിക്കാൻ സാധിക്കും. ഏതൊക്കെയാണ് 5 ഭാഗം എന്ന് മനസ്സിലായോ? യെസ്. അപ്പൊ നമ്മൾക്ക് ശ്ലോകങ്ങൾ നോക്കാം. അധ്യായം 15 പുരുഷോത്തമ യോഗം. ഒന്നാമത്തെ ശ്ലോകം ഭഗവാൻ തന്നെ പറയുന്നതാണ്. ശ്രീ ഭഗവാൻ ഉവാച ഊർധമൂലം അധശാകം അശ്വത്ഥം പ്രാഹുരവ്യം ഛന്ദാംസി യസ്യ വർണ്ണാനി യസ്തം വേദസ്സ വേദവിദ. വേരുകൾ മേൽപോട്ടും ശാഖകൾ കീഴ്പോട്ടുമായിട്ട് അക്ഷയമായൊരു അശ്വത്ഥമുണ്ട്. അതിന്റെ ഇലകളാണ് വേദമന്ത്രങ്ങൾ. ഈ വൃക്ഷം എന്തെന്ന് അറിയുന്നവനത്രേ വേദജ്ഞൻ. അപ്പം മൊത്തം ഭൗതിക ലോകത്തിനെ, നമ്മൾ ജീവിക്കുന്ന ഈ മുഴുവൻ ഭൗതിക ലോകത്തിനെ, ഭൗതിക ലോകം എന്ന് പറയുന്നത് ഈ ഭൗതിക പ്രപഞ്ചം 14 ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ഭൗതിക പ്രപഞ്ചം. അതിലേറ്റവും ഉപരിയായിട്ടുള്ളത് ബ്രഹ്മലോകം. ബ്രഹ്മലോകത്തിന്റെ താഴെ തപോലോകം, മഹർലോകം, പിന്നീട് സ്വർഗലോകം, ഭൂവർലോകം, ഭൂലോകം, അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം തുടങ്ങിയിട്ടുള്ള താഴോട്ടുള്ള ലോകങ്ങൾ. ഇങ്ങനെ 14 ലോകങ്ങളും അടങ്ങിയിട്ടുള്ള ഈ ഒരു പ്രപഞ്ചം, ഈ ഒരു പ്രപഞ്ചത്തിനെ ഭഗവാൻ ഒരു തലതിരിഞ്ഞ അശ്വത്ഥമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. അശ്വത്ഥം പ്രാഹുരതയാണ്. എന്തുകൊണ്ടാണ് തലതിരിഞ്ഞത് എന്ന് പറയുന്നത്? ഊർധമൂലം അധശാഖം. സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന എല്ലാ വൃക്ഷം വേര് താഴോട്ടാണ് പോകുന്നത്. അതിന്റെ മുകൾ ഭാഗം, തലഭാഗം, ഇലയും ചില്ലകളൊക്കെ വരുന്ന ഭാഗം മുകളിലേക്കാണ് പോകുന്നത്. പക്ഷെ ഇവിടെ ഭഗവാൻ പറയുന്നു ഊർധമൂലം അധശാഖം. വേരാണ് മുകളിലേക്ക് വളർന്നു നിൽക്കുന്നത്. ശാഖകൾ, ചില്ലകൾ, അതിന്റെ ഇലകളൊക്കെ താഴോട്ടാണ് വളരുന്നത്. അധശാഖം എന്നാണ് പറയുന്നത്. അപ്പൊ മുഴുവൻ ഭൗതിക ലോകത്തിനെ ഭഗവാൻ തലതിരിഞ്ഞിട്ടാണ് പറയുന്നത്. തലതിരിഞ്ഞ വൃക്ഷമായിട്ടാണ് പറയുന്നത്. അപ്പൊ ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ പുരോഗമിക്കുന്തോറും നമ്മളെ ഭൗതിക പുരോഗതി എന്ന് പറയുന്നത് എങ്ങോട്ടാണ് പോകുന്നത്? യഥാർത്ഥത്തിൽ ഭൗതിക ലോകത്തിൽ മുകളിലേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആത്മീയമായിട്ട് താഴോട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ ഈ ഭൗതിക പ്രപഞ്ചത്തിനെ തലതിരിഞ്ഞ വൃക്ഷമായിട്ട് പറയുന്നത്. അപ്പൊ നമ്മളതിന്റെ വേരിന്റെ ഭാഗത്തേക്കാണ് പോകേണ്ടത് യഥാർത്ഥത്തിൽ. അതിന്റെ ചില്ലകളുടെയോ ഇലയുടെയോ ഭാഗത്തേക്കല്ല. ഇലയുടെയും ചില്ലയുടെയും ഭാഗം താഴെയുള്ള ലോകങ്ങളാണ് യഥാർത്ഥത്തിൽ. പക്ഷെ നമ്മൾ മുകളിലേക്കാണ് പോകുന്നത് എന്ന് വിചാരിച്ച് ഇലകളിലേക്കും ചില്ലകളിലേക്കും ഒക്കെ പോയി കഴിഞ്ഞാൽ അത് താഴോട്ടാണ് പോകുന്നത്. വേരിന്റെ ഭാഗത്താണ് ഏറ്റവും ഉയർന്ന ലോകമുള്ളത്, ബ്രഹ്മലോകം. ആ ബ്രഹ്മലോകത്തിന് ഉപരിയാണ് ആത്മീയ ലോകങ്ങൾ. ആ ആത്മീയ ലോകത്തിനെ കുറിച്ചും ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ തലതിരിഞ്ഞ ഭൗതിക വൃക്ഷത്തിനെ എങ്ങനെ നമ്മൾക്ക് അതിക്രമിച്ച് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തു കടക്കാം എന്നാണ് ഭഗവാൻ ഇനിയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. 2ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അധശ്ചോർദ്ധം പ്രസിദ്ധ ത്വത്സ്യശാഖ ഗുണപ്രവൃദ്ധ വിഷയപ്രവാനാ അധശ്ച മൂല്യാൻ അനുസന്ധതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. ഈ ഭൗതിക വൃക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിഗുണങ്ങളാൽ പോഷിപ്പിക്കപ്പെട്ട് താഴോട്ടും മേലോട്ടും പടർന്നു കിടക്കുന്ന ഇന്ദ്രിയ വിഷയങ്ങളാണ് അതിന്റെ ചില്ലകൾ. ഓരോരുത്തരും വിചാരിക്കുന്നത് മറ്റു ലോകങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ വലിയ സന്തോഷമായിരിക്കും എന്ന് വിചാരിച്ച് ജീവാത്മാക്കൾ വ്യത്യസ്ത ലോകങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലെ, സ്വർഗത്തിൽ പോയാൽ നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് കുറെ ആളുകൾ സ്വർഗത്തിലേക്ക് പോകും. അപ്പൊ ഇങ്ങനെ ഈ പ്രപഞ്ചത്തിന്റെ വ്യത്യസ്ത ലോകങ്ങളിലേക്ക് അവര് ഇലകളിലേക്കും ചില്ലകളിലേക്കും ഒക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് ആ ജീവാത്മാക്കൾ ഈ ഭൗതിക ലോകത്ത് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഈ ഭൗതിക ലോകത്തിൽ തന്നെ സുഖം നേടാം എന്ന് വിചാരിച്ച് ജീവിക്കുന്നത് അതൊരു വലിയ ബന്ധനമാണ് എന്നാണ് പറയുന്നത്. ആ ഭൗതിക ലോകത്തിന്റെ പുറത്തേക്ക് കടക്കാൻ സാധിക്കാതെ ജീവാത്മാക്കൾ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണെന്ന് ഭഗവാൻ പറയുന്നു. കർമാനുബന്ധീനി മനുഷ്യലോകെ. ഇനി ഭഗവാൻ പറയുന്നത് ഈ ഭൗതിക വൃക്ഷത്തിനെ നമ്മൾ ഛേദിച്ചാൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക്, ആത്മീയ ലോകത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതെങ്ങനെയാണ് ഛേദിക്കേണ്ടത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ, 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നരൂപമസ്യേഹ തഥോപലഭ്യതേ നാന്തോന ചാതിർ നച സംപ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ. നമ്മൾക്ക് ഭൗതിക ആഗ്രഹങ്ങൾ ഇല്ലാതായാൽ മാത്രമേ ഈ ഭൗതിക ലോകത്തിന്റെ ഉപരിയായിട്ടുള്ള ആത്മീയ ലോകത്തിലേക്ക് നമ്മൾക്ക് പോകാൻ സാധിക്കും. എല്ലാ ഭൗതിക ആഗ്രഹങ്ങളും ഇല്ലാതായാൽ മാത്രമേ നമുക്ക് ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പുറത്തു പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ ഭൗതിക ലോകത്തിന്റെ പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഭഗവാന്റെ സമീപം ഭഗവാനെ ദർശിക്കാൻ സാധിക്കും. അങ്ങനെ ഭഗവാനെ ദർശിക്കുന്ന സമയത്ത് നമ്മൾ ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കണമെന്നാണ് 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. തദപദം തത് പരിമാർഗിതവ്യം യസ്മിൻ ഗതാന്ന നിവർത്തന്തി ഭൂയ തമേവ ജാദ്യം പുരുഷം പ്രപദ്യേ യഥപ്രവൃത്തി പ്രസിദ്ധാപുരാണി. ഈ ഭൗതിക ലോകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. 9-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഭൂത ഭൂത പ്രളീയതേ. വീണ്ടും വീണ്ടും ഭൗതിക ലോകം സൃഷ്ടിക്കപ്പെടുന്നു, വീണ്ടും വീണ്ടും ഭൗതിക ലോകം നശിച്ചു പോകുന്നു. അതാണ് ഭൗതിക ലോകത്തിന്റെ പ്രത്യേകത. ഏത് ലോകത്ത് പോയി കഴിഞ്ഞാലും നമ്മൾ തിരിച്ച് വീണ്ടും ജനിക്കുകയും മരിക്കുകയും വേണം. ആ ബ്രഹ്മഭുവന ലോക പുനരാവർത്തിന അർജുന എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രഹ്മലോകം മുതൽ പാതാളം വരെയുള്ള ഏത് ലോകത്ത് പോയി കഴിഞ്ഞാലും അവിടെ സ്ഥിരതാമസമില്ല. നമ്മുടെ പുണ്യം തീർന്നു കഴിഞ്ഞാൽ തിരിച്ചു വരണം, അല്ലെ? പക്ഷേ ഭഗവാൻ ഇവിടെ പറയുന്നത് തിരിച്ചു വരേണ്ടാത്ത ഒരു ലോകത്തിനെ കുറിച്ചാണ്. യസ്മിൻ ഗത ന നിവർത്തന്തി ഭൂയ എന്ന് പറയും. എവിടെ എത്തിയാൽ തിരിച്ചു വരവില്ലയോ അങ്ങനെയുള്ള ലോകത്തിലേക്ക് എത്തിച്ചേരണമെന്നാണ് ഭഗവാൻ പറയുന്നത്. അതേത് ലോകമാണെന്ന് ഇനിയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നുണ്ട്. എങ്ങനെയുള്ളവർക്കാണ് ആ ആത്മീയ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത് എന്ന് 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഈ ഭൗതിക ലോകത്തിനെ ഉപേക്ഷിച്ച് ആത്മീയ ലോകത്തിൽ എത്താനുള്ള യോഗ്യത ആർക്കാണ് അങ്ങനെ എത്തിച്ചേരാൻ സാധിക്കുന്നത് എന്ന് 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. നിർമ്മാനമോഹ ജിതസംഗദോഷ അധ്യാത്മനിത്യ വിനിവൃത്ത കാമ ദ്വന്ദ്വേർ വിമുക്ത സുഖദുഃഖ സംജ്ഞേർ ഗച്ഛന്തി അമൂഢ പദമവ്യയം തത്. ആ അവ്യയമായിട്ടുള്ള, ഒരിക്കലും നശിക്കാത്ത ലോകത്തിൽ എത്തണമെങ്കിലുള്ള യോഗ്യതകളാണ് 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. മിഥ്യാഭിമാനം, മായാമോഹം, ദുസ്സംസർഗം എന്നീ ദോഷങ്ങൾ ഒഴിഞ്ഞ് ഭൗതിക തൃഷ്ണയിൽപ്പെടാതെ സനാതനത്വത്തെ അറിഞ്ഞ് സുഖദുഃഖാദികളായ ദ്വന്ദ്ങ്ങളിൽ നിന്നും മോചിതരായി വിഭ്രാന്തരാകാതെ പരമപുരുഷന് സ്വയം സമർപ്പിക്കുന്നത് എങ്ങനെയെന്ന് അറിയാവുന്നവർ പരമമായ ശാശ്വത സാമ്രാജ്യം പ്രാപിക്കും. പരമപുരുഷനായിട്ടുള്ള ഭഗവാന് സമർപ്പിച്ചവർക്ക് മാത്രമേ ആ ലോകത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുകയുള്ളൂ, ഭഗവാന്റെ ലോകത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ആ ലോകത്തിനെ കുറിച്ച് ഭഗവാൻ ഇവിടെ വിവരിക്കുന്നുണ്ട്. 6-ാമത്തെ ശ്ലോകത്തില് ആത്മീയ ലോകം എങ്ങനെയിരിക്കും, ആത്മീയ ലോകത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് 6-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ന തദ് ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവകഃ യത് ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. ആത്മീയ ലോകത്തില് പ്രകാശത്തിന് വേണ്ടി സൂര്യചന്ദ്രന്മാരുടെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അവിടെ എല്ലായിടത്തും പ്രകാശമാണ്. ഭഗവാന്റെ ബ്രഹ്മജ്യോതിസിൽ നിന്നും പ്രകാശം എല്ലായിടത്തും അവിടെ പരക്കുന്നുണ്ട്. അതുകൊണ്ട് മറ്റ് പ്രകാശത്തിന്റെ സ്രോതസ്സുകളുടെ ഒന്നും ആവശ്യം അവിടെ ഇല്ല എന്ന് പറയും. പ്രകാശത്തിന് വേണ്ടി മറ്റു സ്രോതസ്സുകളുടെ ആവശ്യമില്ല. ഈ ഭൗതിക ലോകത്താണ് പ്രകാശത്തിന്റെ സ്രോതസ്സുകളുടെ ആവശ്യമുള്ളത്. സൂര്യൻ, ചന്ദ്രൻ, അല്ലെങ്കിൽ അഗ്നി, ഇലക്ട്രിസിറ്റി, ഇതിന്റെയൊക്കെ ആവശ്യം ഈ ഭൗതിക ലോകത്തിലാണ്. കാരണം എന്താണ്? ഈ ഭൗതിക ലോകത്തിൽ യഥാർത്ഥത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇരുട്ടാണ്. സൂര്യൻ വരുമ്പോൾ മാത്രമാണ് കുറച്ച് സമയത്തേക്ക് പ്രകാശം ഉണ്ടാകുന്നത്, നമ്മൾ വസ്തുക്കളൊക്കെ കാണുന്നത്.
അല്ലെങ്കിൽ ചന്ദ്രൻ ഉദിക്കുന്ന സമയത്താണ് നമ്മൾ കുറച്ചൊക്കെ വസ്തുക്കൾ കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ലൈറ്റ് തെളിയിക്കുന്ന സമയത്താണ് നമ്മൾക്ക് വസ്തുക്കൾ കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ഭൗതിക പ്രകൃതിയിൽ എന്താണ് നിറഞ്ഞു നിൽക്കുന്നത്? ഇരുട്ടാണ്. ഇരുട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഭൗതിക പ്രകൃതി ഇരുട്ടിലാണെന്ന് പറയും. പക്ഷെ ആത്മീയ ലോകം പ്രകാശത്തിലായതുകൊണ്ട്, ഭഗവാന്റെ ബ്രഹ്മജ്യോതിസിലായതുകൊണ്ട് അവിടെ മറ്റ് പ്രകാശ സ്രോതസ്സിന്റെ ആവശ്യമില്ല. ഭൗതിക ലോകത്തിലുള്ളതുപോലെ സൂര്യന്റെയോ ചന്ദ്രന്റെയോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ ഒന്നും ആവശ്യം അവിടെ ഇല്ല എന്ന്. അല്ല, അവിടെ കറണ്ട് പോകുന്ന പ്രശ്നമൊന്നുമില്ല. അവിടെ കറണ്ട് എല്ലാ സമയത്തും പ്രകാശം ഉണ്ടാകും. അതുകൊണ്ട് അവിടെ കറണ്ടിന്റെ തന്നെ ആവശ്യമില്ല എന്ന് പറയുന്നു. ന തത് ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവക. അപ്പൊ അവിടെ എല്ലാ സമയത്തും വെളിച്ചമുണ്ടാകുമെന്ന് പറയും. യത് ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമമ മമ. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു വരേണ്ടയും ആവശ്യമില്ല. അവിടെ ജനന മരണങ്ങളില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മരിക്കേണ്ടയും ആവശ്യമില്ല. ഭൗതിക ലോകത്തിൽ എല്ലാ സ്ഥലത്തും മരണമുണ്ട് എന്നാണ് പറയുന്നത്. ബ്രഹ്മാവിന് പോലും മരണമുണ്ട്. പക്ഷെ ഭഗവാന്റെ ധാമത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും മരിക്കേണ്ട ആവശ്യമില്ല. അവിടെ എത്തിയവർക്ക് മരിക്കേണ്ട ആവശ്യമില്ല. യത് ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. അത് ആരുടെ ധാമമാണ്? അത് ആരുടെ ലോകമാണ്? അത് ഭഗവാന്റെ തന്നെ ലോകമാണ്. അല്ലെ, വൈകുണ്ഠ ലോകങ്ങൾ എന്നറിയപ്പെടുന്ന ലോകങ്ങളെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. സനാതനമായിട്ടുള്ള ലോകം, ഒരിക്കലും നശിക്കാത്ത, പ്രളയം ബാധിക്കാത്ത ലോകത്തിനെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ട ആവശ്യമില്ല എന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ എല്ലാ ജീവാത്മാക്കളെയും അങ്ങനെയുള്ളൊരു ലോകത്തിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തണം, അവിടേക്ക് വരണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആർക്കും തിരിച്ചു പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ഏതെല്ലാം ലോകത്ത് പോയി കഴിഞ്ഞാലും വീണ്ടും 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 മരിച്ചുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ തിരിച്ചു ഭൂമിയിലേക്ക് തന്നെ വരേണ്ടി വരും. പക്ഷെ ഭഗവാന്റെ ധാമത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. യത് ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. അപ്പൊ ഭഗവാൻ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്? കാരണം എല്ലാ ജീവാത്മാക്കളും ഭഗവാന്റെ അംശമാണ്. നേരത്തെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ ജീവാത്മാക്കളുടെയും പിതാവ് ഭഗവാനാണ്. സർവയോനിഷു കൗന്ദയ മൂർത്തയ സംഭവന്തിയ താസാം ബ്രഹ്മ മഹത് യോനിർ അഹം ബീജപ്രദപിത. അപ്പൊ ഭഗവാന്റെ മക്കളായിട്ടുള്ള, ഭഗവാന്റെ അംശമായിട്ടുള്ള ജീവാത്മാക്കൾ ഈ ഭൗതിക ലോകത്ത് വന്ന് കഷ്ടപ്പെടുന്നതിലുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഭഗവാൻ ഇവിടേക്ക് അവതരിച്ച് ഭഗവാന്റെ ധാമത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, അറിവ് നമ്മൾക്ക് നൽകുന്നത്. കാരണം അതിനെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് അവിടേക്ക് പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ ഭൗതിക ലോകത്ത് തന്നെ വട്ടം കറങ്ങേണ്ടി വരും. ഭഗവാന്റെ അംശമായതുകൊണ്ട്, ജീവാത്മാക്കൾ എല്ലാവരും ഭഗവാന്റെ ഭാഗമായതുകൊണ്ട് ഭഗവാൻ അവിടേക്ക്, ആ ലോകത്തിലേക്ക് ഭഗവാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. 7ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധം, ജീവാത്മാവും പരമാത്മാവും ഒന്നല്ല. ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതനം. നമ്മൾ സനാതനരായിട്ട് എല്ലാ കാലത്തും എത്ര ജന്മം കഴിഞ്ഞാലും നമ്മൾ എന്താണ്? ഭഗവാന്റെ അംശമാണ്. നമ്മൾ ഒരിക്കലും ഭഗവാനല്ല എന്ന് പറയും. ഭഗവാന്റെ അംശമായിട്ടുള്ള നമ്മുടെ ധർമ്മം എന്താണ്? ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. അല്ലെ, ഭഗവാനെ സേവിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് യഥാർത്ഥ സമാധാനവും യഥാർത്ഥ സന്തോഷവും യഥാർത്ഥ ആനന്ദവും ലഭിക്കുകയുള്ളൂ. അത് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരുന്നത്. ഇപ്പൊ ഭൗതിക ലോകത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കാത്ത ആരുമില്ല. ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല എന്നൊരിക്കലും പറയാൻ സാധിക്കില്ല. അതിന്റെ കാരണം ഭഗവാനെ മറന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഇപ്പൊ ഭഗവാന്റെ അംശമായതുകൊണ്ട് ഭഗവാനെ സേവനം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. അങ്ങനെ നമുക്ക് സന്തോഷപൂർവ്വം ഭഗവാന് സേവനം ചെയ്യാൻ സാധിക്കും. സനാതനമായിട്ട് എല്ലാ കാലത്തും നമുക്ക് ഭഗവാന്റെ സേവനം ചെയ്ത് ഭഗവാന്റെ കൂടെ ആനന്ദപൂർവ്വം ജീവിക്കാൻ സാധിക്കും. ആ ഒരു കാര്യമാണ് ഇവിടെ ഭഗവാൻ 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന. എല്ലാ കാലത്തും ജീവാത്മാക്കൾ ഭഗവാന്റെ അംശമാണ്. പക്ഷെ ചില ജീവാത്മാക്കൾ
അത് അംഗീകരിക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ തന്നെയാണ് ഈശ്വരൻ എന്നാണ്. അല്ല, ഞാൻ തന്നെ ഈശ്വരൻ, എനിക്കും ഈശ്വരനെ പോലെ ആകണം, ഞാൻ തന്നെയാണ് ഭഗവാൻ എന്ന് വിചാരിക്കുന്നവർ ഒരിക്കലും ഭഗവാനെ സേവിക്കാൻ തയ്യാറാകുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് ഭഗവാനെ മറന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. ഭഗവാനെ മറന്ന് ഈ ഭൗതിക ലോകത്ത് തന്നെ ജീവിക്കാം എന്നവർ വിചാരിക്കുകയാണ്. പക്ഷെ അവർ യഥാർത്ഥത്തിൽ കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് ഇവിടെ പറയുന്നുണ്ട്. മനഃഷ്ടാണീന്ദ്രിയാണി പ്രകൃതി സ്ഥാനി കർഷതി. ഈ ഭൗതിക പ്രകൃതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദുഃഖം മാത്രമാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. യഥാർത്ഥ സന്തോഷം ഭഗവാന്റെ ധാമത്തിലാണ്, ഭഗവാന്റെ കൂടെ ഭഗവാന് സേവനം ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. ആ ഒരു ഇൻഫർമേഷനാണ് നമ്മൾക്ക് നൽകുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒരു ജീവൻ ഈ ഭൗതിക ലോകത്തിലേക്ക് വന്നത്? എന്തുകൊണ്ടാണ് ഭഗവാനെ മറന്ന് ഒരു ജീവൻ വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ സ്വീകരിച്ച് ജീവിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നുണ്ട്. 8ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ശരീരം യഥവാപ്നോതി യച്ഛാപ്യുത്ക്രാമതീശ്വര ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാനി വാശയാത്. ഒരു ജീവൻ ശരീരം വിട്ടു കഴിഞ്ഞാൽ അത് അടുത്തൊരു ശരീരം സ്വീകരിക്കണം, അല്ല അതോടുകൂടി ഇല്ലാതാകുന്നില്ല. അതിനാണ് ദേഹാന്തര പ്രാപ്തി എന്ന് പറയുന്നത്. അപ്പം എന്തിനടിസ്ഥാനമാക്കിയിട്ടാണ് അടുത്ത ശരീരം കിട്ടുന്നത്? ശരീരം യഥവാപ്നോതി യച്ഛാപ്യുത്ക്രാമതീശ്വര ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാനി വാശയ. ഒരു ജീവിതത്തിൽ നമ്മൾക്ക് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടാകും, ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും. ആ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ് നമ്മൾക്ക് അടുത്ത ശരീരം കിട്ടുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ വായുവിലൂടെ ഗന്ധം സഞ്ചരിക്കുന്നത് പോലെ ഈ ജീവാത്മാവ് വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാറി മാറി ശരീരങ്ങൾ സ്വീകരിച്ച് പോവുകയാണെന്നാണ് പറയുന്നത്. അപ്പം ഓരോ ശരീരത്തിന്റെയും ആഗ്രഹം അനുസരിച്ച് അതിന്റെ ഇന്ദ്രിയങ്ങൾ, അതിന് ലഭിക്കുന്ന ശരീരങ്ങൾ വ്യത്യസ്തമായിരിക്കും. ജീവാത്മാവിന്റെ ആഗ്രഹം അനുസരിച്ച് അതിന് ലഭിക്കുന്ന ശരീരങ്ങൾ വ്യത്യസ്തമായിരിക്കും അടുത്ത ജന്മത്തിൽ, അല്ലെ? ഏത് ഇന്ദ്രിയത്തിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, ആ ഇന്ദ്രിയം വികസിച്ചിട്ടുള്ള ഒരു ശരീരമായിരിക്കും നമ്മൾക്ക് അടുത്ത ജന്മത്തിൽ കിട്ടുന്നത്. അപ്പൊ വ്യത്യസ്ത കഴിവുകളുള്ള ഇന്ദ്രിയങ്ങളുള്ള ശരീരങ്ങളുണ്ട്. ഓരോ ജീവിയിലും ഓരോ ഇന്ദ്രിയമാണ് പ്രമുഖമായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ആഗ്രഹം അനുസരിച്ചിട്ടാണ് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ കിട്ടുന്നത് എന്നാണ് പറയുന്നത്. നമ്മൾ ഏത് വിഷയത്തിനെ ആസ്വദിക്കാനാണോ ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ശരീരം നമ്മൾക്ക് ലഭിക്കുമെന്ന് പറയുന്നു. 9ാമത്തെ ശ്ലോകത്തിൽ ഇത് വ്യക്തമായി പറയുന്നുണ്ട്. ശ്രോത്രം ചക്ഷു സ്പർശനം ച രസനം ഘ്രാണമേവച അധിഷ്ഠായ മനശ്ചായം വിഷയാൻ ഉപസേവത. നമ്മൾ ഈ ശരീരത്തിൽ വെച്ച് ഏതെല്ലാം വിഷയങ്ങൾ അനുഭവിക്കണമെന്ന് ആഗ്രഹിച്ചോ അതിനനുസരിച്ചിട്ടുള്ള ഒരു ശരീരം അടുത്ത ജന്മത്തിൽ നമ്മൾക്ക് ലഭിക്കുമെന്ന് പറയും. അങ്ങനെയാണ് വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഇത് കുറച്ച് രഹസ്യമായിട്ടുള്ള കാര്യമാണ്, ജീവാത്മാവിന്റെ ദേഹാന്തര പ്രാപ്തി എന്ന് പറയുന്ന കാര്യം. അത് ആർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഉത്ക്രാമന്തം സ്ഥിതം വാപി ഭൂജ്ഞാനം വാ ഗുണാനിതം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷ. ഇത് നമ്മൾക്ക് ലാബിൽ വെച്ച് പരീക്ഷണം ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ ജ്ഞാനം കൊണ്ടാണ് ഇത് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ബുദ്ധി കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ ഇത് മനസ്സിലാക്കുമെന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. വിമൂഢാനാനുപശ്യന്തി, ആത്മീയമായിട്ടുള്ള ബുദ്ധി ഇല്ലാത്തവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവർ വിചാരിക്കുന്നത് എന്താണ്? ഈ ശരീരം നശിക്കുന്നതോടുകൂടി എല്ലാം തീർന്നു, പിന്നെ ഒന്നുമില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ ഭഗവാൻ പറയുന്നു അങ്ങനെയല്ല. ഈ ശരീരം നശിക്കുന്നതോടുകൂടി എല്ലാം തീരുന്നില്ല. ഈ ശരീരത്തിലെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മൾക്ക് അടുത്തൊരു ശരീരം ലഭിക്കുകയാണ് ചെയ്യുന്നത്. അത് ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കുമെന്നിവിടെ 10ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കും. ഇനി 12ാമത്തെ ശ്ലോകം മുതൽ ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള 12 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാന്റെ വ്യത്യസ്ത ശക്തികൾ ഈ ഭൗതിക ലോകത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്.
12ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, യഥാദിത്യഗതം തേജോ ജഗത് ഭാസയതേ അഖിലം യച്ഛന്ദ്രമസി യച്ഛാഗ്നോ തത്തേജോ വിദ്ധി മാമകം. അപ്പൊ നമ്മൾ ജീവാത്മാക്കളുടെ അവസ്ഥയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഭഗവാന്റെ ഒരു അംശമാണ് ജീവാത്മാവ്, നമ്മൾ ഭഗവാനല്ല. പക്ഷെ ഭഗവാൻ എങ്ങനെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് ഭഗവാൻ പറയും. അതേപോലെ നമ്മൾക്ക് ഒരിക്കലും പ്രവർത്തിക്കാൻ സാധിക്കില്ല. അതിന്റെ ഒരു ഉദാഹരണം 12ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, യഥാദിത്യഗതം തേജോ ജഗത് ഭാസയതേ അഖിലം. മുഴുവൻ പ്രപഞ്ചത്തിനെ പ്രകാശം നൽകുന്ന മുഴുവൻ പ്രപഞ്ചത്തിനും പ്രകാശം നൽകുന്ന ആദിത്യഗതം സൂര്യദേവന്റെ പ്രകാശം, അത് ഭഗവാനിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്ന് പറയും. ചന്ദ്രമസി യച്ഛാഗ്നോ തത്തേജോ വിദ്ധി മാമകം. ഭഗവാനിൽ നിന്നാണ് സൂര്യചന്ദ്രന്മാർക്ക് പ്രകാശം ലഭിച്ചിട്ടുള്ളത്. അത് എവിടുന്നാണ്? അത് ബ്രഹ്മജ്യോതിസിൽ നിന്നാണ്, അല്ലെ? ഭഗവാന്റെ ബ്രഹ്മജ്യോതിസിൽ നിന്നാണ് സൂര്യചന്ദ്രന്മാർക്ക് പ്രകാശം ലഭിക്കുന്നത്. ആ സൂര്യനിൽ നിന്നാണ് ചന്ദ്രന് പ്രകാശം ലഭിക്കുന്നത്. അപ്പം പ്രകാശത്തിന്റെ ഉറവിടം ഭഗവാൻ തന്നെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പറയുന്നു 13ാമത്തെ ശ്ലോകത്തില്, ഗാമാവിശ്യജ ഭൂതാനി ധാരയാമ്യഹ മോജസ ഉഷ്ണാമി ചൗഷധി സർവ സോമോ ഭൂത്വ രസാത്മക. ഗാമാവിശ്യജ ഭൂതാനി, നമ്മള് ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഗ്രഹങ്ങൾ ശൂന്യാകാശത്ത് അങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം ഗ്രഹങ്ങൾ, എണ്ണാൻ പറ്റാത്ത അത്രയും ഗ്രഹങ്ങൾ ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതത്രയും ഭാരമുള്ള ഗ്രഹങ്ങളാണ്, അല്ലെ? ഭൂമിക്ക് തന്നെ വലിയ ഭാരമുണ്ട്. അത്രയും ഭാരമുള്ള ആ ഒരു ഗ്രഹം എവിടെയാണ് നിലനിൽക്കുന്നത്? ആരാണ് അതിനെ താങ്ങി നിർത്തുന്നത്? അതിനെ ആരും കയ്യിലോ തോളിലോ താങ്ങി നിർത്തുന്നതല്ല. അത് ഭഗവാന്റെ ശക്തി കൊണ്ട് നിൽക്കുന്നതാണ്. ഭഗവാൻ അതിനെ നിലനിർത്താനുള്ള ശക്തിയായിട്ട് ഓരോ ഗ്രഹത്തിലും പ്രവേശിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഗാമാവിശ്യജ ഭൂതാനി ധാരയാമ്യഹ ഓജസ. ഭഗവാന്റെ ശക്തിയുടെ ഒരു അംശം കൊണ്ടാണ് ഈ പ്രപഞ്ചങ്ങളൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നിലനിന്ന് പ്രവർത്തിക്കുന്നത്. ഭൂമി അതിന്റെ സഞ്ചാരപഥത്തിൽ സഞ്ചരിക്കുന്നത് ഭഗവാന്റെ ശക്തിയുടെ ഒരു അംശം കൊണ്ടാണെന്ന് ഇവിടെ പറയും. അത് ഭഗവാന്റെ ശക്തിയെക്കുറിച്ചുള്ള ഒരു അറിവാണ്, അല്ലെ? അപ്പൊ നമ്മുടെ ശക്തി കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ഗ്രഹത്തിനെ ആകാശത്ത് നിർത്താൻ സാധിക്കുകയില്ല, അല്ല? ഒരു കല്ല് പോലും നമുക്ക് അധിക നേരം ആകാശത്ത് നിർത്താൻ സാധിക്കുന്നില്ല. അതിന് ഓരോ ഗ്രഹത്തിനും അതിന്റെ ഭ്രമണപഥത്തിൽ നിലനിർത്തണമെങ്കിൽ അതിന് ശക്തി ആവശ്യമാണ്. ആ ശക്തി നൽകുന്നത് ഭഗവാൻ തന്നെയാണ് എന്നിവിടെ ഭഗവാൻ പ്രഖ്യാപിക്കും. ഇനി ഭഗവാന്റെ മറ്റൊരു ശക്തിയെക്കുറിച്ച് 14ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അഹം വൈശ്വാനരോ ഭൂത പ്രാണിനാം ദേഹമാശ്രിത. എല്ലാ ജീവജാലങ്ങൾക്കും ആഹാരത്തിനെ ദഹിപ്പിക്കാനുള്ള ശക്തിയുണ്ട്, അല്ലെ? നമ്മൾ കഴിക്കുന്ന ആഹാരം വയറ്റിലെത്തി കുറച്ചു കഴിഞ്ഞാൽ ദഹിച്ചു പോയിക്കോളും. ആ ദഹിപ്പിക്കാനുള്ള ശക്തി ആരാണ് നമ്മൾക്ക് നൽകുന്നത്? അതും ഭഗവാൻ തന്നെയാണ്, അല്ലെ? നമ്മുടെ ശക്തി കൊണ്ട് നമ്മൾക്ക് ആഹാരത്തിനെ ദഹിപ്പിക്കാൻ സാധിക്കുന്നില്ല. നമ്മൾക്ക് അറിയുന്ന പോലുമില്ല എങ്ങനെയാണ് നമ്മുടെ ആഹാരം, നമ്മൾ കഴിച്ചിട്ടുള്ള ആഹാരം ദഹിക്കുന്നത്. നമ്മൾ അറിയുന്നില്ല. നമ്മൾ ജസ്റ്റ് കഴിച്ചാൽ മാത്രം മതി. അത് വയറ്റിലെത്തിക്കഴിഞ്ഞാൽ അവിടെ അതിനെ ദഹിപ്പിക്കുന്നതിനുള്ള അഗ്നിയുണ്ട്. വൈശ്വാനരാഗ്നി എന്നാണ് അതിന് പറയുന്നത്. ആ വൈശ്വാനരാഗ്നിയായിട്ട് പ്രവർത്തിക്കുന്നതും ഭഗവാൻ തന്നെയാണെന്ന് പറയും. ആ വൈശ്വാനരാഗ്നി പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ ദഹനത്തിന് പ്രശ്നമുണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിച്ചാൽ പോലും നമ്മൾ കഴിച്ച ഭക്ഷണത്തിന് നമുക്ക് ദഹിപ്പിക്കാൻ സാധിക്കില്ല. അതിനു പോലും നമ്മൾക്ക് ഭഗവാന്റെ സഹായം ആവശ്യമാണ്. അപ്പൊ ദഹനാഗ്നിയായിട്ട് വൈശ്വാനരാഗ്നിയായിട്ട് പ്രവർത്തിക്കുന്നതും ഭഗവാന്റെ തന്നെ ശക്തിയാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിതം പ്രാണാപാന സമായുക്ത പച്ചാമി അന്നം ചതുർവിധം. നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരവും ദഹിപ്പിക്കുന്ന വൈശ്വാനരാഗ്നിയും ഭഗവാന്റെ തന്നെ ശക്തിയാണ്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിച്ചാൽ തന്നെ നമ്മൾ ഭഗവാനോട് നന്ദിയുള്ളവരായിരിക്കണം, അല്ലെ? ഭഗവാന്റെ സഹായമില്ലാതെ നമ്മൾ കഴിച്ച ആഹാരത്തിനെ പോലും ദഹിപ്പിക്കാൻ സാധിക്കുന്നില്ല.
അത് ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്. മറ്റൊരു ഭഗവാന്റെ മറ്റൊരു ശക്തിയെക്കുറിച്ച് 15ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതി ജ്ഞാനമാപോഹനം ച വേദേശ്ച സർവേർ അഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം. എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ പരമാത്മ രൂപത്തിൽ ഇരിക്കുന്നുണ്ടെന്ന് പറയും. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ. ആ പരമാത്മ രൂപത്തിൽ ഭഗവാൻ ഇരുന്നിട്ട് എന്താണ് ചെയ്യുന്നത്? മത്തസ്മൃതി ജ്ഞാനമാപോഹനം ച. നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള സ്മൃതി, ഓർമ്മശക്തി, ജ്ഞാനം, ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം, അല്ലെങ്കിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള മറ്റു അറിവുകൾ, ജ്ഞാനം, ആപോഹനം ച മറവി ശക്തി, ഇതെല്ലാം നൽകുന്നത് ഭഗവാനാണ്. അല്ല, യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവും ഇതൊന്നും നമ്മുടെ കൺട്രോളിലല്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഓർമ്മശക്തി നമ്മുടെ കൺട്രോളിലല്ല. അല്ല, അത് ഓർമ്മശക്തി നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. ഓർമ്മ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് മനസ്സിലാവും നമ്മൾ എത്ര വിചാരിച്ചു കഴിഞ്ഞാലും ഒന്നും ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഓർമ്മശക്തി നമ്മുടെ കൺട്രോളിലല്ല എന്നല്ല, നമ്മുടെ നിയന്ത്രണത്തിലല്ല. അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ നമ്മൾക്ക് ലഭിക്കുന്നതാണ് ഓർമ്മശക്തി. അതേപോലെ ജ്ഞാനം, ഈ ഭൗതിക ലോകത്ത് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ജ്ഞാനം, അതേപോലെ ഭഗവാനെ കുറിച്ച് ഉള്ള ജ്ഞാനം, ഇതെല്ലാം നൽകുന്നത് ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ അനുഗ്രഹത്താലാണ് നമ്മൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ജ്ഞാനം ലഭിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർമ്മശക്തിക്ക് നമ്മൾ ഭഗവാനോട് നന്ദിയുള്ളവരായിരിക്കണം. നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ജ്ഞാനത്തിന് നമ്മൾ ഭഗവാനോട് നന്ദിയുള്ളവരായിരിക്കണം. അതേപോലെ അപോഹനം, ഭഗവാൻ പറയുന്നു മറവി ശക്തി നൽകുന്നത് ഭഗവാൻ തന്നെയാണെന്ന് പറയും. അല്ല, ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മറക്കാൻ സാധിക്കില്ല. മറക്കണമെന്ന് വിചാരിച്ചാൽ പോലും നമ്മൾക്ക് മറക്കാൻ സാധിക്കില്ല. അത് വലിയ ബുദ്ധിമുട്ടാണ്. അല്ലെ, മറവി ശക്തിയും ഒരു അനുഗ്രഹം തന്നെയാണ്. നമ്മൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ മുൻകാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മറക്കുന്ന സമയത്താണ് നമ്മൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് വ്യത്യസ്ത ശരീരങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് പുതിയ ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നത്. അല്ല, പുതിയ ശരീരം എടുക്കുമ്പോഴും പൂർവ്വജന്മത്തിലെ കാര്യമൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് അത് ഓർമ്മിച്ചുകൊണ്ടിരിക്കും. പുതിയൊരു ജീവിതത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെ ആ മറവി ശക്തി നൽകുന്നതും ഭഗവാൻ തന്നെയാണ്. ആ മറവിയും നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെ, നമ്മൾ എന്തെങ്കിലും കാര്യം മറക്കണം എന്ന് വിചാരിച്ചത് കൊണ്ട് അത് മറന്നു പോകുന്നില്ല. അത് മറന്നു പോകുന്നതും ഭഗവാന്റെ അനുഗ്രഹത്താലാണ് എന്നിവിടെ ഭഗവാൻ പറയും. അപ്പം മത്തസ്മൃതി ജ്ഞാനമാപോഹനം ച, നമ്മൾക്ക് ഓർമ്മശക്തി, ജ്ഞാനം, അതേപോലെ മറവി ശക്തി, ഇതൊക്കെ നൽകുന്നതിനായിട്ട് ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ നമ്മൾക്കുള്ള ഓർമ്മശക്തി നൽകുന്നതിനും ജ്ഞാനം നൽകുന്നതിനും അതേപോലെ മറവി നൽകുന്നതിനും ഭഗവാനോട് നമ്മൾ നന്ദി പ്രകടിപ്പിക്കേണ്ടതാണ്. ഇതെല്ലാം നമുക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ ലഭിക്കുന്നുണ്ട്. അതിനുശേഷം 16ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് 2 തരം ജീവാത്മാക്കളെ കുറിച്ചാണ്. 2 തരത്തിലുള്ള ജീവാത്മാക്കളുണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം ഭഗവാൻ സൃഷ്ടാവായതുകൊണ്ട്, എല്ലാ ജീവജാലങ്ങളുടെയും സൃഷ്ടാവായതുകൊണ്ട്, എല്ലാ ജീവാത്മാക്കളും ഭഗവാന്റെ അംശമായതുകൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ജീവാത്മാക്കളെ കുറിച്ച് അറിയുന്നത് ആർക്ക് മാത്രമാണ്? ഭഗവാന് മാത്രമാണ്. അപ്പൊ ഭഗവാൻ പറയുന്നു 2 തരത്തിലുള്ള ജീവാത്മാക്കളുണ്ട് എന്ന് 16ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ദ്വാവിമോ പുരുഷോ ലോകെ ക്ഷരശ്ചാക്ഷര ഏവച ക്ഷരസർവാണി ഭൂതാനി കൂടസ്ഥോ അക്ഷരമുച്യതേ എന്ന് പറയും. 2 തരം ജീവാത്മാക്കൾ ഏതൊക്കെയാണ്? ഒന്ന് ക്ഷരവും മറ്റേത് അക്ഷരം. ക്ഷരം, അക്ഷരം. എന്താണ് ക്ഷരം, എന്താണ് അക്ഷരം എന്നിവിടെ ഭഗവാൻ വ്യക്തമാക്കുന്നുണ്ട്. ക്ഷരസർവാണി ഭൂതാനി, ഈ ഭൗതിക ലോകത്ത് ജനിച്ചിട്ടുള്ള എല്ലാവരും എന്താണ്? ക്ഷരമാണ് എന്ന് പറയും. അതായത് ഭഗവാനെ മറന്ന് ഇന്ദ്രിയ തൃപ്തി ആസ്വദിക്കണം, ഇന്ദ്രിയ ആസ്വാദനം നടത്തണം എന്ന് വിചാരിച്ച് ഈ ഭൗതിക ലോകത്തിൽ വന്നിട്ടുള്ള എല്ലാ ജീവാത്മാക്കളും ആരാണ്? ക്ഷരമാണ് എന്ന് പറയും. തെറ്റുപറ്റുന്ന ആളുകളാണ്. അപ്പോൾ അക്ഷരം എന്ന് പറയുന്നത് ആരാണ്?
കൂടസ്ഥോ അക്ഷരമുച്ചത. ഒരിക്കലും ഭൗതിക ലോകത്തിലേക്ക് വരാത്ത ജീവാത്മാക്കളെയാണ് അക്ഷരം എന്ന് ഭഗവാൻ പറയുന്നത്. അവർക്ക് ഇന്ദ്രിയ തൃപ്തിയിൽ യാതൊരു താല്പര്യവുമില്ല. അവരെപ്പോഴും ഭഗവാന്റെ സേവനം, ആനന്ദപൂർവം ആയിട്ടുള്ള ഭഗവാന്റെ സേവനം ആത്മീയ ലോകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവാത്മാക്കളാണ്. അങ്ങനെ ഒരിക്കലും ഭൗതിക ലോകത്തിലേക്ക് വരാത്ത ജീവാത്മാക്കളെയാണ് ഭഗവാൻ അക്ഷരം എന്ന് പറയുന്നത്. ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ഭൗതിക ലോകത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ശരീരം എടുത്തിട്ടുള്ള ജീവാത്മാക്കളെയാണ് ഭഗവാൻ ക്ഷരം എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ രണ്ട് തരത്തിലുള്ള ജീവാത്മാക്കളുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് നമ്മൾ ഏത് വിഭാഗത്തിലാണ് വരുന്നത്? നമ്മൾ ക്ഷരമാണോ അക്ഷരമാണോ? ക്ഷരമാണ്. നമ്മൾ ക്ഷരമാണ് അല്ലെ? കാരണം നമ്മൾ ഭൗതിക ലോകത്തിലേക്ക് വന്നു, ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെട്ടു. ഭഗവാന് നമ്മൾ എന്ത് സേവനമാണ് ചെയ്തിരുന്നത് എന്ന് നമ്മൾക്ക് ഇപ്പോൾ ഓർമ്മയില്ല. ഭഗവാനുമായിട്ട് നമ്മൾ ഏത് തരത്തിലുള്ള ബന്ധമാണ് പുലർത്തിയിരുന്നത്? സുഹൃത്ത് ബന്ധമാണോ, അല്ലെങ്കിൽ വാത്സല്യ ബന്ധമാണോ, അല്ലെങ്കിൽ ദാസ്യ രസമാണോ, അതുമല്ലെങ്കിൽ പ്രേമബന്ധമാണോ? ഇതൊന്നും നമ്മൾക്ക് ഓർമ്മയില്ല, അതൊക്കെ മറന്നുപോയി. അപ്പൊ ഭഗവാനെ മറന്ന് ഈ ഭൗതിക ലോകത്തിലേക്ക് വന്നിട്ടുള്ള ജീവാത്മാക്കളൊക്കെ ക്ഷരമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഒരിക്കലും ഭൗതിക ലോകത്തിലേക്ക് വരാത്ത ജീവാത്മാക്കളെ, ഭഗവാനെ ഒരിക്കലും മറക്കാത്ത ജീവാത്മാക്കളെയാണ് ഭഗവാൻ അക്ഷരം എന്ന് വിളിക്കുന്നത്. കൂടസ്ഥോ അക്ഷരമുച്ചതേ എന്ന് പറയുന്നത്. അപ്പൊ അതിനൊക്കെ ഈ രണ്ട് ജീവാത്മാക്കൾക്കും ഉപരിയായിട്ട് ഈ രണ്ട് ജീവാത്മാക്കൾക്ക് ഉപരിയാണ് ഭഗവാന്റെ സ്ഥാനം എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഭഗവാനെ ഉത്തമ പുരുഷൻ എന്ന് പറയുന്നത്. രണ്ട് ജീവാത്മാക്കളെയും പുരുഷന്മാർ എന്ന് ചില സമയത്ത് വിളിക്കാറുണ്ട്. പക്ഷെ ഭഗവാൻ ഈ രണ്ട് ജീവാത്മാക്കൾക്കും, രണ്ട് തരത്തിലുള്ള ജീവാത്മാക്കൾക്കും ഉപരിയാണ്. അതുകൊണ്ട് ഭഗവാനെ എന്തെന്ന് വിളിക്കുന്നു? പുരുഷോത്തമൻ എന്ന് വിളിക്കും. ജീവാത്മാക്കളിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ള വ്യക്തി പുരുഷോത്തമൻ. 17ാമത്തെ ശ്ലോകത്തിൽ ആ കാര്യം പറയുന്നുണ്ട്. ഉത്തമ പുരുഷസ്തന്യ പരമാത്മേത്തി ഉദാഹൃത യോ ലോകത്രയമാവശ്യ ബിഭർത്തവ്യ ഈശ്വര. ഉത്തമ പുരുഷ, ക്ഷരങ്ങൾക്കും അക്ഷരങ്ങൾക്കും ഉപരിയാണ് ഉത്തമ പുരുഷൻ, ഏറ്റവും ഉന്നതനായിട്ടുള്ള വ്യക്തി. അദ്ദേഹം പരമാത്മാവ് എന്നും അറിയപ്പെടുന്നുണ്ട്. പരമാത്മേത്തി ഉദാഹൃത, പരമാത്മാവ് എന്നും അദ്ദേഹത്തിനെ വിളിക്കാറുണ്ട്. യോ ലോകത്രയമാവശ്യ ബിഭർത്തവ്യ ഈശ്വര. 14 ലോകങ്ങളെയും നിയന്ത്രിക്കുന്ന ആ ഈശ്വരൻ ആ പരമപുരുഷനായിട്ടുള്ള ഉത്തമ പുരുഷനാണ് എന്ന് പറയും. ആ ഉത്തമ പുരുഷൻ ആരാണ് എന്നാണ് 18ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. പരമമായിട്ടുള്ള ഈശ്വരൻ, എല്ലാ ജീവജാലങ്ങളെയും നിയന്ത്രിക്കുന്ന, എല്ലാ ജീവജാലങ്ങളുടെയും ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന ഉത്തമ പുരുഷൻ, അദ്ദേഹത്തിനെയാണ് ഈശ്വരൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പം നമ്മുടെ വേദങ്ങൾ അനുസരിച്ച് ഒരൊറ്റ ഈശ്വരൻ മാത്രമേ ഉള്ളൂ അല്ല. വേദങ്ങളിൽ പറയുന്നുണ്ട്, ഏകോ ബഹൂനാം യോ വിദദാതി കാമാൻ. എല്ലാ ജീവജാലങ്ങളുടെയും ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന ഒരേ ഒരു ഈശ്വരനാണുള്ളത് എന്ന് വേദങ്ങളിൽ പറയുന്നുണ്ട്. ആ ഈശ്വരനെ തന്നെയാണ് ഇവിടെ ഭഗവാൻ എന്തെന്ന് വിളിക്കുന്നത്? ഉത്തമ പുരുഷൻ എന്ന് വിളിക്കുന്നത്, പുരുഷോത്തമൻ അല്ലെങ്കിൽ ഉത്തമ പുരുഷൻ എന്ന് വിളിക്കുന്നത്. ആ ഉത്തമ പുരുഷൻ ആരാണ് എന്ന്, അല്ലെങ്കിൽ പരമമായിട്ടുള്ള ആ ഈശ്വരൻ ആരാണെന്ന് 18ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. യസ്മാത് ക്ഷരമതീതോഹം അക്ഷരാദപിജോത്തമ അധോസ്മി ലോകേ വേദേജ പ്രതിത പുരുഷോത്തമ. യസ്മാത് ക്ഷരം അതീതോഹം അക്ഷരാദപിജോത്തമ. ആ പുരുഷോത്തമൻ എന്താണ്? ക്ഷരങ്ങൾക്കും അക്ഷരങ്ങൾക്കും ഉപരിയാണ്, രണ്ടു തരത്തിലുള്ള ജീവാത്മാക്കൾക്കും ഉപരിയാണ്. അതീതോഹം, ആ ഉത്തമനായിട്ടുള്ള പുരുഷോത്തമൻ ആരാണ്? അത് അഹം. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു, അത് ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നു അല്ലെ. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് ആ ഉത്തമ പുരുഷൻ, വേറെ ആരുമല്ല. ഇത് നേരത്തെയും വളരെ വ്യക്തമായിട്ട് പല രീതിയിലും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. മത്തപരതരം നാന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ. എന്നേക്കാൾ ഉപരിയായിട്ട് മറ്റൊരു സത്യമില്ല എന്ന് നേരത്തെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് 7ാമത്തെ അധ്യായത്തിൽ. അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതെ. എല്ലാറ്റിന്റെയും ഉറവിടം ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്.
അതേപോലെ അഹം ആദിർഹി ദേവാനാം, എല്ലാ ദേവീദേവന്മാർക്കും എല്ലാ അവതാരങ്ങൾക്കും ഉറവിടം ആര് തന്നെയാണ്? ഉറവിടമായിട്ടുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവാനെ ഉത്തമ പുരുഷൻ എന്ന് വിളിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരാണ്? ഉത്തമ പുരുഷനാണ്. അദ്ദേഹത്തിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊരു വ്യക്തിയും ഇല്ല, മറ്റൊരു ഈശ്വരനും ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അത് ആരൊക്കെയാണ് പറയുന്നത്? അത് നേരത്തെ തന്നെ എല്ലാ വേദങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ? തത് വിഷ്ണു പരമം പദം എന്ന് പറയുന്നുണ്ട്, ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്. വിഷ്ണുവിന്റെ പദമാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട്, ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. എല്ലാ കാരണങ്ങൾക്കും കാരണമായിട്ടുള്ള പരമപുരുഷനായിട്ടുള്ള ഈശ്വരൻ അതാരാണ്? ഈശ്വര പരമകൃഷ്ണ. ബ്രഹ്മാവ് പറയുന്നതാണ് അല്ലെ? അപ്പം ബ്രഹ്മാവും ശിവനും ഒക്കെ സ്തുതിക്കുന്ന ഈശ്വരൻ എന്ന് പറയുന്നത് ആരാണ്? ഈ ഉത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. ലോകത്തിലുള്ള എല്ലാ മുനിമാരും ഋഷിമാരും വേദങ്ങളും ഒക്കെ ഉത്തമ പുരുഷൻ എന്ന് വിളിച്ച് സ്തുതിക്കുന്നത് ആരെയാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെയാണെന്ന് ഇവിടെ ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നു. യസ്മാത് ചരം അതീതോഹം, അത് ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയും. പക്ഷെ ഇത് കുറച്ച് രഹസ്യജ്ഞാനമാണ്, ഇത് എല്ലാവർക്കും അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ഭഗവാന്റെ ഭക്തന്മാർക്ക് മാത്രമേ ഈ കാര്യം അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ അല്ല. അതുകൊണ്ടാണ് ഈ ജ്ഞാനം കുറച്ച് രഹസ്യമാണ് എന്ന് പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ ഇത് രഹസ്യമാണെന്ന് പറയുന്നുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉത്തമ പുരുഷനാണെന്ന് ആരൊക്കെയാണ് പറയുന്നത് എന്ന് 18ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതോസ്മി ലോകേ വേദേജ പ്രതിത പുരുഷോത്തമം. അറിവുള്ള എല്ലാവരും ഭഗവാൻ ശ്രീകൃഷ്ണനെ പരമ പുരുഷനായിട്ട് അംഗീകരിക്കുന്നുണ്ട്. എല്ലാ ഋഷിമാരും അംഗീകരിക്കുന്നുണ്ട്. അത് അർജുനൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭു ആഹുസ്താം ഋഷേ സർവേ ദേവർഷിർ നാരദസ്തത അചിതോ ദേവലോ വ്യാസ സ്വയം ചെയ്വ പ്രവേശിനെ. എല്ലാ ഋഷിമാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങ് പരമപുരുഷനായിട്ടുള്ള വ്യക്തിയാണ്, പരബ്രഹ്മമാണ് എന്ന് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. ആരൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? അസിതോ ദേവലോ വ്യാസ, അസിതൻ ദേവലൻ വ്യാസൻ തുടങ്ങിയ ഋഷീശ്വരന്മാരൊക്കെ അങ്ങയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വേദങ്ങളിലും പറയുന്നുണ്ട്. മറ്റ് ദേവന്മാരൊക്കെ അത് അംഗീകരിച്ച് പറയുന്നുണ്ട് എന്ന് പറയും. അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെയാണ് നമ്മൾ പരമപുരുഷനായിട്ട് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ പുരുഷോത്തമനായിട്ട് മനസ്സിലാക്കേണ്ടത് എന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണനെ ആർക്കാണോ പരമപുരുഷനായിട്ട് അംഗീകരിക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അവരങ്ങനെ മനസ്സിലാക്കുന്നത്, അത് അങ്ങനെ മനസ്സിലാക്കുന്നവർ എന്തായിത്തീരും എന്നാണ് 19ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. യോ മാമേവ സമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. ആരാണോ ഭഗവാൻ ശ്രീകൃഷ്ണനെ, യോ മാമേവ, എന്നെ തന്നെ എന്ന് ഭഗവാൻ അവിടെ ഉറപ്പിച്ചു പറയുന്നുണ്ട്. കാരണം മറ്റൊരു വ്യക്തിയില്ല പരമപുരുഷനായിട്ട്. പരമപുരുഷനായിട്ട് ആരാണോ എന്നെ തന്നെ മനസ്സിലാക്കുന്നത്, ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെ മനസ്സിലാക്കുന്നത്, മാമേവ അസമ്മൂഢോ, അസമ്മൂഢോ എന്നാണ് പറയുന്നത്. ആ വ്യക്തി എല്ലാവിധ അജ്ഞാനത്തിനും ഉപരിയാണ്. എല്ലാവിധ മൂഢത്തരത്തിൽ നിന്നും അദ്ദേഹത്തിന് പുറത്തു വരാൻ സാധിക്കും. എല്ലാ ജ്ഞാനവും ലഭിച്ചതിന് തുല്യമാണ്. അസമ്മൂഢോ ജാനാതി പുരുഷോത്തമം. ഭഗവാൻ ശ്രീകൃഷ്ണനെ പുരുഷോത്തമനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ സർവവിദ് ഭജതിമ, ആ വ്യക്തി ആരാണ്? സർവവിദാണ് എന്ന് പറയും. വേദങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയതിന് തുല്യമായിട്ടുള്ള ജ്ഞാനമുള്ള വ്യക്തിയാണ്. കാരണം എന്താണ്? എല്ലാ വേദങ്ങളോടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചാണ്. വേദൈശ്ച സർവേർ അഹമേവ വേദ്യോ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. വേദങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഭഗവാനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്, അല്ലാതെ വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല. ആ യജ്ഞങ്ങളിൽ കുടുങ്ങിപ്പോകുന്നത് ആരാണ്? കാമാത്മാന സ്വർഗപര ജന്മകർമ്മ ഫലപ്രദ. ഭൗതിക ആഗ്രഹങ്ങൾക്ക് വേണ്ടി വേദങ്ങൾ പഠിക്കുന്നവർക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷെ വേദത്തിന്റെ പൊരുൾ എന്താണ് എന്നറിയണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേദത്തിന്റെ പൊരുൾ ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് വേദത്തിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ പരമപുരുഷനായിട്ട് ആർക്കെങ്കിലും അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവർ വേദത്തിന്റെ ഉദ്ദേശം ഗ്രഹിച്ചവരായിട്ട് മാറും. വേദങ്ങൾ മുഴുവൻ പഠിച്ചതിന്റെ ജ്ഞാനം അവർക്ക് ലഭിക്കും ഭഗവാൻ ശ്രീകൃഷ്ണനെ പരമപുരുഷനായിട്ട് അംഗീകരിക്കാൻ സാധിച്ചാൽ. അത് ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷമാണ് സാധിക്കുന്നത് എന്നും ഭഗവാൻ പറയുന്നുണ്ട്. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ. അത് ഏറ്റവും ഉന്നതമായിട്ടുള്ള ജ്ഞാനമാണെന്ന് പറയുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണനെ മനസ്സിലാക്കുന്നത് ഏറ്റവും ഉന്നതമായിട്ടുള്ള ജ്ഞാനമാണ്. അങ്ങനെ മനസ്സിലാക്കിയവർ ഭഗവാനെ ആരാധിക്കാൻ തുടങ്ങുന്നു എന്നാണ് ഇവിടെ 19ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. ഭഗവാൻ ശ്രീകൃഷ്ണനെ പരമപുരുഷനായി മനസ്സിലാക്കിയവർ അവരെല്ലാവിധ ശക്തിയും എടുത്ത് ഭാവേന ഭഗവാനെ പ്രേമപൂർവം, ഭഗവാനെ സ്നേഹപൂർവം ആരാധിക്കാൻ ആരംഭിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഈ ഒരു അറിവ് വളരെ രഹസ്യമാണ് എന്നുള്ള കാര്യം അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഇത് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നും പറയുന്നുണ്ട് 20ാമത്തെ ശ്ലോകത്തില്. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇതമുക്തം മയാനഘ ഏതദ് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ഇത് ഗുഹ്യതമമായിട്ടുള്ള ശാസ്ത്രമാണ്. വേദങ്ങളിലെ ഏറ്റവും രഹസ്യഭാഗമാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഭഗവാന്റെ ഭക്തന്മാർക്ക് മാത്രമേ ഇത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. മയ അനഘ എന്നാണ് ഇവിടെ ഭഗവാൻ അർജുനെ പറയുന്നത്. അനഘ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപരഹിത എന്നാണ് അർത്ഥം. പാപങ്ങളൊക്കെ ഇല്ലാതായ വ്യക്തിക്ക് മാത്രമേ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഭഗവാനെ മനസ്സിലാക്കിയവരെന്തായിട്ട് മാറും? ഏതദ് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത്, അവരൊക്കെ ബുദ്ധിമാന്മാരായിട്ട് മാറും. കൃതകൃത്യശ്ച ഭാരത, അവരുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറും എന്നാണ് പറയുന്നത്. അവരുടെ പ്രവൃത്തികളൊക്കെ പൂർണ്ണതയിലെത്തും. കാരണം എന്താണ്? ഭഗവാനെ മനസ്സിലാക്കിയവർ പിന്നീട് ചെയ്യുന്നത് എന്താണ്? ഭഗവാന്റെ സേവനമാണ്. ഭഗവാനെ സേവിക്കണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടാകും. അതിന് ഭഗവാന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകും. അങ്ങനെ അവരുടെ പ്രവൃത്തികളൊക്കെ പൂർണ്ണതയിൽ എത്തിച്ചേരും എന്ന് പറയും. അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് വളരെ രഹസ്യമാണ്. വേദങ്ങളിലെ ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യമാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ജ്ഞാനം എന്ന് പറയുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണനെ പരമപുരുഷനായിട്ട് മനസ്സിലാക്കിയാൽ തന്നെ വേദം മുഴുവൻ മനസ്സിലാക്കിയതിന് തുല്യമാണ്. ആ വ്യക്തികൾ ബുദ്ധിമാന്മാരാവുകയും ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. അല്ലെ? ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ബുദ്ധിയല്ല. ഭഗവാൻ നൽകുന്ന ബുദ്ധി കൊണ്ട് നമ്മൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? ഭഗവാൻ പറയുന്നുണ്ട്, ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തിതേ. ഭഗവാൻ നൽകുന്ന ബുദ്ധി എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തിതേ. ഭഗവാൻ ബുദ്ധി നൽകി കഴിഞ്ഞാൽ ആ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. ഭഗവാനെ അംഗീകരിച്ചവർക്ക് മാത്രമേ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കുകയുള്ളൂ എന്നിവിടെ പറയും. അങ്ങനെ രഹസ്യമായിട്ടുള്ള പുരുഷോത്തമ യോഗം ഭഗവാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഭഗവാൻ ശ്രീകൃഷ്ണനെ പരമപുരുഷനായിട്ട് അംഗീകരിക്കുക എന്നുള്ളതാണ് ഈ ഒരു അധ്യായത്തിന്റെ ചുരുക്കം. അങ്ങനെ അംഗീകരിച്ചവർ വേദം മുഴുവൻ മനസ്സിലാക്കിയതിന് തുല്യമായിട്ടുള്ള ജ്ഞാനം നേടുമെന്നും ഇവിടെ പറഞ്ഞിരിക്കും. ഓക്കെ, ഹരേ കൃഷ്ണ. ഇപ്പൊ ഈ അധ്യായത്തിൽ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ചോദ്യങ്ങൾ ഈ അധ്യായത്തിലുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം.